നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ കോർപ്പറേഷൻ നടത്തിയ സമാനതകളില്ലാത്ത വികസനം കണ്ട വോട്ടർമാർ LDF-നെ വിജയിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ LDF-നെ കാത്തിരിക്കുന്നത് വൻ വിജയമായിരിക്കുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. വടക്കാഞ്ചേരിയിൽ LDF ഹാട്രിക് വിജയം കരസ്ഥമാക്കുമെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം MM വർഗീസ്. പീച്ചി റെസ്റ്റ് ഹൌസ് 2 വർഷമായി അടഞ്ഞുകിടക്കുന്നു. ഇപ്പോൾ കാട് കയറി നശിക്കുന്നു. വിശദമായ വാർത്തകളിലേക്ക്. തൃശൂർ കോർപ്പറേഷൻ നടത്തിയ സമാനതകളില്ലാത്ത വികസനം കണ്ട ജനങ്ങൾ LDF-നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൃശൂർ പ്രസ് ക്ലബ് സംഘടിപ്പിക്കുന്ന വോട്ട് വൈബ് എന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കോടതി മുൻപാകെ ജാമ്യഹർജി നിലനിൽക്കുന്നതിനാലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് നീണ്ടുപോകുന്നതെന്നും കേരളത്തിൽ അങ്ങനെയൊരു നയം കാലങ്ങളായി സ്വീകരിക്കുന്നത് എല്ലാവർക്കും അറിവുള്ളതാണ്. PM ശ്രീ പദ്ധതിയുടെ പേരിൽ LDF-ൽ യാതൊരു ഭിന്നാഭിപ്രായങ്ങളും നിലവിലില്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി BJP എന്നും സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾക്ക് എതിരാണെന്നും പറഞ്ഞു. അതിന്റെ ഭാഗമായി നാടിന്റെ പൊതുവായ വികസന കാര്യങ്ങളിൽ നല്ല പങ്കാളിത്തം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വഹിക്കാനാകും. ഇപ്പോ അടുത്ത കാലത്ത് കേരളം ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ് നമ്മുടെ സംസ്ഥാനം അതിദാരിദ്ര്യമുക്തമായത്. അത് രാജ്യത്തിന്റെ സാഹചര്യത്തിൽ അങ്ങേയറ്റം അത്ഭുതമുളവാക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ രാജ്യവും ലോകം തന്നെയും കേരളം എങ്ങനെയാണ് ഇത്തരമൊരു നേട്ടം കൈവരിക്കാൻ ഇടയായത് എന്നത് ചിന്തിക്കുകയാണ്. ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നത്, അതിദാരിദ്ര്യമുക്തമാക്കണമെന്നത് സംസ്ഥാന സർക്കാർ പൊതുവെ എടുത്തൊരു നിലപാടായിരുന്നു. പക്ഷേ അത് പ്രാവർത്തികമാക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചത് കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾ. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും നല്ല ആരോഗ്യകരമായ ഒരു മത്സരത്തിൽ തന്നെ ഏർപ്പെട്ടു എന്ന് പറയും. അതിന്റെ ഭാഗമായി ഉദ്ദേശിച്ച രീതിയിലുള്ള മൈക്രോ പ്ലാനുകൾ നടപ്പാക്കുന്നതിൽ സുദൃഢമായ പങ്കാണ് തദ്ദേശ സ്ഥാപനം നിർവഹിച്ചത്. ഇതുപോലുള്ള കാര്യങ്ങളിൽ നല്ല മികവാർന്ന ഇടപെടലുകൾ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർവഹിക്കാനാകും. നമ്മുടെ ഇവിടുത്തെ അവസ്ഥയെടുത്താൽ തൃശൂർ കോർപ്പറേഷൻ വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് എന്നാണ് കാണാൻ നമുക്ക് സാധിക്കും. നഗര ശുചിത്വത്തിന്റെ കാര്യത്തിൽ വലിയ മുന്നേറ്റം ഇവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF-നെ കാത്തിരിക്കുന്നത് വമ്പിച്ച വിജയമാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. തൃശൂർ പ്രസ് ക്ലബ് സംഘടിപ്പിക്കുന്ന വോട്ട് വൈബ് എന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ബിനോയ് വിശ്വം. LDF-ന്റെ 9.5 കൊല്ലത്തെ ഭരണം വമ്പിച്ച പുരോഗതിയാണ് സംസ്ഥാനം സൃഷ്ടിച്ചതെന്ന് കാണുന്ന ജനങ്ങൾ വീണ്ടും LDF-നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. PM ശ്രീയിൽ CPM-നും CPI-ക്കും ഒരേ അഭിപ്രായമാണെന്നും
ഗാന്ധിയെയും നെഹ്റുവിനെയും മറന്ന കോൺഗ്രസ് ഒരിക്കലും ഗതി പിടിക്കില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ഈ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിങ്ങളുമായി സംസാരിക്കുമ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് ഈ ദിവസം ഡിസംബർ 6 പറ്റി 2 വാക്ക് പറയാനാണ്. ഡിസംബർ 6 ഇന്ത്യ ഒരിക്കലും മറക്കാത്ത ദിവസമാണ്, മറക്കാൻ പാടില്ല. ഈ ദിനം ഇന്ത്യക്ക് മുമ്പിൽ ഒരുപാട് പാഠങ്ങളും മുന്നറിയിപ്പുകളും താക്കീതുകളും ആഹ്വാനങ്ങളും ഇതെല്ലാം തന്നതിനുമാണ്. 1992 ഇതേ നാളിലാണ് അയോധ്യയിൽ ബാബറി മസ്ജിദ് തകർന്നു വീണത്. 500 കൊല്ലം പഴക്കമുള്ള ഒരു പള്ളി തകർന്നു വീണു. അത് മാത്രമല്ല, തകർന്നു വീണത് ഈ നാടിൻ്റെ മതേതര സംസ്കൃതിയാണ്, അതിൻ്റെ അടിത്തറയാണ്, അതിൻ്റെ മൂല്യങ്ങളാണ്. അന്ന് രാജ്യം ഭരിച്ചത് കോൺഗ്രസ് ആയിരുന്നു. അന്നത്തെ പ്രധാനമന്ത്രി കോൺഗ്രസ് പ്രസിഡന്റുമായിരുന്നു നരസിംഹറാവു. തൊട്ടു മുമ്പുള്ള ആഴ്ചയിൽ ചേർന്ന ദേശീയ വികസന കൗൺസിലിന്റെ യോഗം അദ്ദേഹത്തെ, പ്രധാനമന്ത്രിയെ, അധികാരപ്പെടുത്തിയത് ബാബറി മസ്ജിദ് തകരാതിരിക്കാൻ എന്തും ചെയ്യാം പ്രധാനമന്ത്രിക്ക്. അബ്സല്യൂട്ട് മാൻഡേറ്റ് വാസ് ഗിവൺ. എല്ലാവരും ഓർത്തത് RSS BJP ഉള്ളവരും അവരുടെ മുദ്രാവാക്യം മുഴക്കിയേക്കാം. അത് കഴിഞ്ഞാൽ ഒരുപക്ഷെ പോലീസോ അധികൃതരോ അവരെ അറസ്റ്റ് ചെയ്തേക്കാം. ഇതൊക്കെ എനിക്കും ഉണ്ടാകാനിടകളെന്ന് ഓർത്തു. പക്ഷെ രാജ്യങ്ങളുടെ കാഴ്ച ഭരണകൂടം നിശ്ചലമായിരുന്നു. അതിൻ്റെ എല്ലാ സംസ്ഥാനങ്ങളും നിശ്ചലമായിരുന്നു. പ്രധാനമന്ത്രി ഡൽഹിയിലുണ്ടായിരുന്നു. രാവിലെ 10:30 മണിക്ക് ആരംഭിച്ചതാണ് പള്ളി പൊളിക്കൽ. അത് പൂർത്തിയാക്കിയത് വൈകുന്നേരം 5:30 മണിക്ക്. ഏകദേശം 7 മണിക്കൂർ നേരം ആ പൊളിക്കൽ തുടർന്നു. അവിടെ ആ പള്ളി പൊളിച്ച സമയത്ത് RSS നയിക്കുന്ന സംഘപരിവാർ കൃത്യമായി വിളിച്ചു പറഞ്ഞത് മുദ്രാവാക്യമായിരുന്നു. ആ മുദ്രാവാക്യം ഇന്ത്യ മറക്കരുത്. ആ മുദ്രാവാക്യം പറഞ്ഞത് ഹം ഐസെ ബനായെങ്കിൽ ഹിന്ദു രാഷ്ട്ര എന്നായിരുന്നു. ഞങ്ങൾ ഇങ്ങനെയാണ് ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കുന്നത് എന്ന്. എങ്ങനെ? ഇവിടത്തെ ഈ മണ്ണിൽ പിറന്ന, ഇവിടെ ജീവിക്കുന്ന, ഇവിടെ തന്നെ ഭരിക്കേണ്ടുന്ന ഈ ഭാരതമാതാവിന്റെ മക്കളായ കോടാനുകോടി മുസ്ലിമുകളും അവരുടെ LDFന്റെ വടക്കാഞ്ചേരി നഗരസഭാ തെരഞ്ഞെടുപ്പ് റാലിയിൽ ആയിരങ്ങൾ പങ്കെടുത്തു. നഗരസഭയിൽ LDF വലിയ മുന്നേറ്റത്തോടെ ഭരണം തുടരുമെന്നും ഹാട്രിക് വിജയം കരസ്ഥമാക്കുമെന്നും CPM സംസ്ഥാന കമ്മിറ്റി അംഗം MM വർഗീസ് പറഞ്ഞു. LDF ഭരണസമിതി നടത്തിയ വിവിധ വികസനങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഭരണ തുടർച്ച പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. റാലിയോടനുബന്ധിച്ച് നടന്ന പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MM വർഗീസ്. CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം A വേലായുധൻ അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗം മോഹൻദാസ് സ്വാഗതം പറഞ്ഞു. AIYF ജില്ലാ സെക്രട്ടറി പ്രസാദ് പാറേരി, നഗരസഭ വൈസ് ചെയർപേഴ്സണും മാരാത്തുകുന്ന് ഡിവിഷൻ LDF സ്ഥാനാർത്ഥിയുമായ ഷീല മോഹൻ, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും എങ്കക്കാട് ഡിവിഷൻ LDF സ്ഥാനാർത്ഥിയുമായ MR സോമനാരായണൻ, CPM ജില്ലാ കമ്മിറ്റി അംഗവും നഗരസഭാ ചെയർമാനും ഇരട്ടക്കുളങ്ങര ഡിവിഷൻ LDF സ്ഥാനാർത്ഥിയുമായ PN സുരേന്ദ്രൻ സംസാരിച്ചു. നഗരസഭ 42 ഡിവിഷനിലെയും LDF സ്ഥാനാർത്ഥികളെയും CPM ഏരിയ സെക്രട്ടറി KD ബാഹുലയൻ മാസ്റ്റർ പരിചയപ്പെടുത്തി.
വടക്കാഞ്ചേരി മസ്ജിദ് റോഡിൽ നിന്ന് വാദ്യമേളങ്ങളുടെയും തെയ്യക്കോലങ്ങളുടെയും അകമ്പടിയോടെ ആരംഭിച്ച റാലിയിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്. നഗരത്തെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടാണ് ഓട്ടുപാറ വാഴാനി റോഡിന് സമീപമുള്ള ഗ്രൗണ്ടിലാണ് റാലി സമാപിച്ചത്. കാര്യത്തിൽ വരേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആ നിലയിൽ നോക്കുമ്പോൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു റിഹേഴ്സൽ എന്ന നിലയിൽ ഈ തെരഞ്ഞെടുപ്പിനെ, ഈ ഡിസംബർ മാസത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് കഴിയും. ഇപ്പോൾ 2014 നിയമസഭാ തെരഞ്ഞെടുപ്പ് നിങ്ങൾക്കറിയാം. ആ തെരഞ്ഞെടുപ്പിനെ തുടർന്നാണ് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നത്. 2016-2021 LDF സർക്കാർ 5 വർഷക്കാലം 91 MLA-മാരുടെ പിൻബലത്തിലാണ് 2016 LDF സർക്കാർ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരുന്നു. പിന്നീട് 2021 നടന്ന തെരഞ്ഞെടുപ്പ്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് എല്ലാവർക്കും അറിയാം. വർദ്ധിച്ച ഭൂരിപക്ഷത്തോടു കൂടി LDF വീണ്ടും അധികാരത്തിൽ വരുന്ന സാഹചര്യമാണ് ഇവിടെ ഉണ്ടായത്. ഒരു തുടർ ഭരണം. 2016 91 MLA-മാരുടെ പിൻബലം. 2021 തെരഞ്ഞെടുപ്പിനെ തുടർന്ന് ആ തെരഞ്ഞെടുപ്പിൽ വടക്കാഞ്ചേരി ഉൾപ്പെടെ 99 മണ്ഡലങ്ങളിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധികൾ തെരഞ്ഞെടുക്കപ്പെട്ടത്. പീച്ചിയിൽ റോഡിന്റെ അരികുകൾ തകർന്ന സംഭവം. റോഡരികിൽ കോൺക്രീറ്റിംഗ് ആരംഭിച്ചു. പണി പൂർത്തിയായി ഒരാഴ്ചയ്ക്കുള്ളിൽ തകർന്ന ഇറിഗേഷൻ വിഭാഗത്തിന്റെ റോഡിൽ അടിയന്തര നിർമ്മാണം ആരംഭിച്ചു. റോഡിന്റെ ഇരുഭാഗങ്ങളിലും അഴുക്കുചാൽ നിർമ്മിക്കുന്നതിന് പകരം മണ്ണിന്റെ ബലക്കുറവ് പരിഹരിക്കുന്നതിനായി കോൺക്രീറ്റ് ഇടൽ നടത്തുകയാണ് ചെയ്യുന്നത്. ശനിയാഴ്ച രാവിലെ പീച്ചി ഡാം ഗേറ്റ് പ്രദേശത്തു നിന്നും കോൺക്രീറ്റിംഗ് ആരംഭിച്ചു. അടിയന്തരമായി നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. പീച്ചി ഡാമിന്റെ പ്രധാന കവാടത്തിൽ നിന്നും അടിവാരത്തിലേക്ക് പോകുന്ന 1.25 കിലോമീറ്റർ നീളമുള്ള റോഡാണിത്. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലേക്ക് നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാണഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. KPCC പ്രസിഡന്റും MLA-യുമായ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനം ഭരിക്കുന്ന LDF സർക്കാരിന്റെ അഴിമതിയിലും ദുർഭരണത്തിലും ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണെന്നും ഈ സാഹചര്യത്തിൽ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും നേതാക്കളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ രീതികളാണ് തൃശൂരിൽ കാണാൻ കഴിയുന്നതെന്നും ഇത് കോൺഗ്രസിനെ ഭരണം നേടിത്തരുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ വെച്ച് KPCC പ്രസിഡന്റ് കോൺഗ്രസിന്റെ ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾക്ക് ഷോൾ അണിയിച്ചു. പട്ടിക്കാട് ഹാപ്പിനെസ് പാർക്കിൽ നടന്ന പരിപാടിയിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ ആദം കാവിൽ ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് ജോസഫ് ടാർജറ്റ് മുഖ്യാതിഥിയായിരുന്നു. നേതാക്കളായ MP വിൻസെന്റ്, അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത്, ജോസ് വള്ളൂർ, രാജേന്ദ്രൻ അരങ്ങത്ത്, സിജോ കടവിൽ, പ്രതിപക്ഷ നേതാവ് ബാബു തോമസ്, മണ്ഡലം പ്രസിഡന്റ് ഇൻചാർജ് ബിനു KV തുടങ്ങിയവർ പ്രാദേശിക നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. പ്രസിഡന്റ് സംസ്കാര സമ്പന്നനും പരിചയ സമ്പന്നനുമായ ശ്രീ KN, യുവ കേസരിയായ ശ്രീ KC അഭിലാഷ്. 3 മയിലാട്, 4 പാണഞ്ചേരി. ഇനി അടുത്ത് 3-ാം വാർഡ് മുകളായ ശ്രീമതി ഡിനി മോൾ. ഇനി 8-ാം വാർഡ് ടീച്ചർ. ഐക്യജനാധിപത്യ മുന്നണി ഈ പഞ്ചായത്തിൽ വിജയിച്ച് ഭരണം കൈയടക്കും എന്ന കാര്യത്തിൽ ആത്മവിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. അതിനെ ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ആശംസകൾ അറിയിക്കുകയാണ്. സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ഒന്നിച്ചു നിന്ന് തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് കുതിക്കുന്ന ഒരു ചിത്രമാണ് തൃശ്ശൂർ ജില്ലയിൽ രാവിലെ മുതൽ സഞ്ചരിച്ച എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. ഇവിടെയും അത്തരത്തിലുള്ള ഒരു നല്ല കൂട്ടായ്മ രൂപപ്പെട്ടിട്ടുണ്ട്. ജനങ്ങളുടെ ആവശ്യം അതാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം എനിക്ക് മുൻപ് സംസാരിച്ച രാജേന്ദ്രനും ഷാജി വക്കീലും ഒക്കെ ഇവിടെ നന്നായിട്ട് തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു.
നേതാക്കന്മാർ ഇനിയും പ്രസംഗിക്കാൻ വിൻസെൻ്റ് ഉൾപ്പെടെ നേതാക്കന്മാരുണ്ട്, ജോസ് വള്ളൂരുണ്ട്. പക്ഷേ സമയത്തിൻ്റെ പരിമിതി കൊണ്ടാണ് DCC പ്രസിഡന്റും കളഞ്ഞുകിട്ടിയ സ്വർണ്ണാഭരണം ഉടമയ്ക്ക് തിരികെ നൽകി പുത്തൂർ പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ മാതൃകയായി. പുത്തൂർ പഞ്ചായത്ത് 8ാം വാർഡ് മരോട്ടിച്ചാലിലെ ഹരിതകർമ്മ സേനാ അംഗങ്ങളായ സുബിത, വിനിത എന്നിവരാണ് മാതൃക കാട്ടിയത്. വീടുകൾ തോറും കയറി പ്ലാസ്റ്റിക് ശേഖരിക്കുന്നതിനിടെയാണ് ഇരുവർക്കും സ്വർണ്ണാഭരണം ലഭിച്ചത്. ചുള്ളിങ്ങൽ ബേസിന്റെ വീട്ടിൽ നിന്നും ലഭിച്ച സ്വർണ്ണാഭരണം ഉടൻ ഇരുവരും ഉടമയെ ഏൽപ്പിക്കുകയായിരുന്നു. തൊട്ടാൽ കൈപൊള്ളുന്ന വിലയാണ് ഇപ്പോൾ സ്വർണത്തിന്. എന്നാൽ അതിനേക്കാൾ വലുതാണ് സത്യസന്ധത എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇരുവരും. പീച്ചിയിലെ റെസ്റ്റ് ഹൌസ് 2 വർഷമായി തുറന്നു കൊടുക്കുന്നില്ല, കാട് പിടിച്ച് നശിക്കുന്നു. പീച്ചി ഡാമിനോട് ചേർന്ന് പീച്ചി ബസ് സ്റ്റാൻഡിന് സമീപത്ത് സ്ഥിതി ചെയ്യുന്ന റെസ്റ്റ് ഹൌസ് 2 വർഷമായി അടഞ്ഞുകിടന്ന് കാട് പിടിച്ച് നശിക്കുന്നു. പീച്ചി ഡാം കാണാൻ വരുന്ന വിനോദസഞ്ചാരികൾ പീച്ചി ഡാമിൽ ഒരു ദിവസം തങ്ങുന്നതിനായി റൂമിനായി നടക്കുമ്പോഴാണ് എല്ലാവിധ സൗകര്യങ്ങളുമുള്ള റെസ്റ്റ് ഹൌസ് അടഞ്ഞുകിടക്കുന്നത്. ഒരു വടക്കൻ വീരഗാഥ സിനിമയുടെ ഷൂട്ടിംഗ് പീച്ചിയിൽ നടക്കുമ്പോൾ നായകന്മാരും നായികമാരും സഹപ്രവർത്തകരും താമസിച്ചിരുന്നത് ഈ റെസ്റ്റ് ഹൌസിലും പീച്ചി ഹൌസിലുമായിരുന്നു. പീച്ചി ഗവൺമെന്റ് ഡിസ്പെൻസറി കെട്ടിടം തകർച്ച ഭീഷണി നിൽക്കുന്ന സമയത്ത് ഡിസ്പെൻസറിയുടെ പ്രവർത്തനം റെസ്റ്റ് ഹൌസിലേക്ക് മാറ്റിയിരുന്നു. ആ സമയത്ത് റെസ്റ്റ് ഹൌസിന്റെ നവീകരണ പ്രവർത്തനങ്ങളും നടത്തിയിരുന്നു. നിലവിൽ ടൈലുകളിൽ എല്ലാം പൂപ്പൽ നിറഞ്ഞും പരിസരമാകെ കാട് പിടിച്ചുമാണ് കിടക്കുന്നത്. പീച്ചി ഇറിഗേഷന്റെ കീഴിലാണ് റെസ്റ്റ് ഹൌസ് സ്ഥിതി ചെയ്യുന്നത്. എത്രയും പെട്ടെന്ന് റെസ്റ്റ് ഹൌസ് തുറന്നു കൊടുക്കണമെന്നാണ് പ്രദേശവാസികളുടെയും വിനോദസഞ്ചാരികളുടെയും ആവശ്യം. ഇനിയൊരു ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോട് കൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങനില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞു കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്.
ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. ഭിന്നശേഷി സൗഹൃദ സമൂഹമായി നാം ഓരോരുത്തരും മാറേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് മേജർ PJ സ്റ്റൈജു. ഭിന്നശേഷി വാരാചരണത്തിന്റെ ഭാഗമായി സമഗ്ര ശിക്ഷ കേരള BRC മുല്ലശ്ശേരിയുടെ നേതൃത്വത്തിൽ മുല്ലശ്ശേരി സെന്റ് ജോസഫ് LP സ്കൂളിൽ രക്ഷിതാക്കൾക്കായി നടത്തിയ ബോധവൽക്കരണ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. BBC സംഗീത PS അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ പൗളിൻ ഭിന്നശേഷി ദിന സന്ദേശം നൽകി. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരായ ജാസ്മിൻ താവു, ലീന, ജോസ്ന, സെലിൻ, സ്റ്റെഫി, ജിൻസി തുടങ്ങിയവർ അനുബന്ധ പ്രഭാഷണം നടത്തി. മുല്ലശ്ശേരി BRCയുടെ കീഴിലുള്ള വിദ്യാലയങ്ങളിലെ രക്ഷിതാക്കൾ സെമിനാറിൽ പങ്കെടുത്തു. സെമിനാറിന് ശേഷം ഭിന്നശേഷി സൗഹൃദ സമൂഹം സൃഷ്ടിക്കുവാൻ പരിശ്രമിക്കുന്ന പ്രതിജ്ഞയും ഉണ്ടായിരുന്നു. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെ ശാക്തീകരണം, കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തി അവരെ വളർത്തിയെടുക്കേണ്ടതിന്റെ ആവശ്യകത, കുട്ടികളെ സ്വയം പര്യാപ്തരാക്കാൻ പരിശീലിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളാണ് സെമിനാറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് BBC സംഗീത PS പറഞ്ഞു. മണ്ണുത്തി ജനസേവന സമിതിയുടെ പാഴ്വസ്തുക്കളിൽ നിന്നും പാവങ്ങൾക്ക് ഒരു കൈ സഹായമായ പഞ്ചാമൃതം പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം കോർപ്പറേഷൻ മേയറും സമിതിയുടെ പ്രസിഡന്റുമായ MK വർഗീസ് അവറുകൾ നിർവഹിക്കുകയുണ്ടായി. സമിതിയുടെ അംഗങ്ങളുടെ വീടുകളിൽ നിന്നും സംഭരിക്കുന്ന വിവിധ പാഴ്വസ്തുക്കൾ വിറ്റ് അതിൽ നിന്നും ലഭ്യമാകുന്ന തുക ജീവകാരുണ്യ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന പദ്ധതിയാണ് പഞ്ചാമൃതം പദ്ധതി. പദ്ധതിയുടെ കൺവീനർ MK മോഹനൻ, സമിതിയുടെ ജനറൽ സെക്രട്ടറി CO വിൽസൺ, ഡിക്സൺ MK, ഉഷ മുകുന്ദൻ, ക്ലാര ടീച്ചർ, ലിബ ഡിക്സൺ, അല്ലി മോഹനൻ, സോജോ വിൽസൺ, ജാനകി കുമാരൻ, ലീല ചാത്തുകുട്ടി, ലിസി വർഗീസ്, ലളിത വിശ്വാമിത്രൻ തുടങ്ങിയവർ ഈ പദ്ധതിയുടെ ഭാഗമായി ഇന്നത്തെ പ്രവർത്തനത്തിൽ പങ്കെടുത്തു. പ്രിയ മെമ്പർമാരെ, നമുക്കറിയാം ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ജനസേവന സമിതി വളരെ മുന്നിലാണ്. 25 വർഷം പൂർത്തീകരിക്കാൻ പോകും. നാളെ ഇതുവരെ ചെയ്തു തീർത്ത വലിയ തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്ത ചരിത്രമുള്ള ഒരു സമിതിയാണ് ജനസേവന സമിതി. മണ്ണുത്തിയിൽ തുടക്കം കുറിച്ച് ഇന്ന് പല മേഖലകളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, പുതിയ ഒരു സംരംഭമാണ്. എല്ലാ മെമ്പർമാരുടെ വീടുകളിലും വാഹനങ്ങൾ കൊണ്ടുചെന്ന് അവിടെയുള്ള അവരുപയോഗിക്കാത്ത വസ്തുക്കൾ കളക്ഷൻ നടത്തുകയും അതിൽ നിന്ന് ലഭിക്കുന്ന സാമ്പത്തികം മുഴുവനുമായും നമ്മൾ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. എന്തായാലും ഈ സൽക്കർമ്മത്തിൽ എല്ലാവരുടെയും അകമഴിഞ്ഞ സേവനമുണ്ടാകണം എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളെല്ലാവരും ഇതിൽ സഹകരിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഔദ്യോഗികമായ ഒരു ഉദ്ഘാടന കർമ്മം ഞാനിതിവിടെ നിർവഹിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി. അവർ ഓടി കളക്ടറോടൊപ്പം, അവർ നേടി സ്വപ്നാഭിലാഷം. 160ഓളം വിദ്യാർത്ഥികളുടെ കണ്ണും മനസ്സും നിറഞ്ഞൊരു കാഴ്ചയ്ക്കാണ് ഇന്ന് കുന്നംകുളം സീനിയർ ഗ്രൗണ്ട് മൈതാനം സാക്ഷ്യം വഹിച്ചത്. വിദ്യാർത്ഥികളുടെ മാത്രമല്ല, അവരുടെ രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും അവിടെ കൂടി നിന്ന എല്ലാവരുടെയും മനസ്സിനെ ആ കാഴ്ച കുളിരേകി. കാരണം അവരുടെ മക്കളുടെ കൂടെ ഇന്ന് അവരിൽ ഒരാളായി ഓടിയത് തൃശൂർ ജില്ലയുടെ ആരാധ്യനായ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS ആണ്. കുടുംബശ്രീയുടെ മേൽനോട്ടത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന തൃശൂർ ജില്ലയിലെ 20 ബഡ്സ് ആൻഡ് BRC സ്ഥാപനങ്ങളിലെ 200ഓളം വിദ്യാർത്ഥിനികൾ പങ്കെടുക്കുന്ന 35 കായിക ഇന മത്സരങ്ങളാണ് ബഡ്സ് ഒളിമ്പിയ 2.0 എന്ന പേരിൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സീനിയർ മൈതാനിയിൽ വെച്ച് തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. അഭിജിത് K ദീപക് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കുന്നംകുളം നഗരസഭാ സെക്രട്ടറി മനോജ് KK മുഖ്യാതിഥിയായി പങ്കെടുത്തു. അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർമാരായ പ്രസാദ് KK സ്വാഗതവും രാധാകൃഷ്ണൻ K നന്ദിയും പറഞ്ഞു. പുത്തൂർ വെട്ടുകാട് ഹരിതകർമ്മ സേനയുടെ ഓട്ടോ മറിഞ്ഞ് 2 സ്ത്രീകൾക്ക് പരിക്ക്. ശനിയാഴ്ച ഉച്ചയ്ക്കായിരുന്നു അപകടം. പുത്തൂർ പഞ്ചായത്തിന്റെ ഹരിതകർമ്മ സേനയുടെ ഓട്ടോറിക്ഷയാണ് മറിഞ്ഞത്. അപകടത്തിൽ വാഹനത്തിലുണ്ടായിരുന്ന തൊഴിലാളികളായ പ്രേമ, സിജി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇരുവരെയും തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെട്ടുകാട് ആശുപത്രി പരിസരത്ത് നിന്നും പ്ലാസ്റ്റിക് ചാക്കുകൾ കയറ്റി സംഭരണ കേന്ദ്രത്തിലേക്ക് പോകും വഴിയാണ് അപകടം ഉണ്ടായത്. പരിക്കേറ്റവരെ ഉടൻ തൊട്ടടുത്ത ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷമാണ് തൃശൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. മറ്റു വാർത്തകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച്
വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. മൂർക്കരക്കര സജി ഫാബ്രിക്സിൽ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി വാർഷിക ക്ലിയറൻസ് സെയിൽ. ഡിസംബർ 1 മുതൽ 25 വരെ മനം നിറയുന്ന വസ്ത്രങ്ങൾ കൈ നിറയെ വാങ്ങാനുള്ള അവസരം. യഥാർത്ഥ ഡിസ്കൗണ്ട് സെയിലിന്റെ വിശ്വാസം നേരിട്ടറിയൂ. ടോപ്പ്, കുർത്തീസ്, ഷർട്ട്, കിഡ്സ് വെയർ എന്നിവയുടെ ക്ലിയറൻസ് സെയിൽ. സാരി, റണ്ണിംഗ് മെറ്റീരിയൽസ്, ചുരിദാർ മെറ്റീരിയൽസ്, ജീൻസ്, സ്പോർട്സ് വെയർ തുടങ്ങി ഒരു കുടുംബത്തിന് ആവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഒരു കുടക്കീഴിൽ. സജി ഫാബ്രിക്സ്, മൂർക്കരക്കര. ഫോൺ 7306743585. വീണ്ടും വാർത്തയിലേക്ക്. ഭാര്യ പിതാവിനെ വീട്ടിൽ കയറി ആക്രമിച്ച കേസിൽ സ്റ്റേഷൻ റൌഡികളായ സഹോദരങ്ങൾ റിമാൻഡിലേക്ക്. ആളൂർ കൂടസ്റ്റോപ്പ് സ്വദേശി വാഴപ്പിള്ളി ചക്കാത്ത് വീട്ടിൽ ബിജു എന്നയാളെ ഇയാളുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിന് പുല്ലൂർ ഊരകം സ്വദേശി നെല്ലിശ്ശേരി വീട്ടിൽ ജിറ്റ്, സഹോദരൻ റിറ്റ് എന്നിവരാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് അറസ്റ്റ് ചെയ്തത്. പരാതിക്കാരന്റെ മകളുടെ ഭർത്താവാണ് ജിറ്റ്. മകളെ ജിറ്റ് ദേഹോപദ്രവം ഏൽപ്പിക്കുന്നത് പതിവായതിനെ തുടർന്ന് ജിറ്റുമായി പിരിഞ്ഞ മകളും കുഞ്ഞും 10 മാസമായി പരാതിക്കാരന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. ഭാര്യയെയും കുഞ്ഞിനെയും വിട്ടുകിട്ടണമെന്ന് പറഞ്ഞാണ് ജിറ്റ് സഹോദരനൊന്നിച്ച് പരാതിക്കാരന്റെ വീട്ടിലെത്തിയത്. എന്നാൽ മകൾ പേടിച്ച് ജിറ്റിന്റെ കൂടെ പോകുവാൻ തയ്യാറായില്ല. ഇതിനെ തുടർന്നുള്ള വൈരാഗ്യത്താലാണ് പ്രതികൾ പരാതിക്കാരനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. പ്രതികൾ 2 പേരും ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷനിലെ റൌഡികളാണ്. തട്ടുകടയിൽ ഭക്ഷണം കഴിച്ചതിന്റെ പണം ആവശ്യപ്പെട്ടതിലുള്ള വൈരാഗ്യത്താൽ ആക്രമണം. സ്റ്റേഷൻ റൌഡി ഹരിനന്ദനൻ റിമാൻഡിൽ. നാട്ടിക ചേർക്കര സ്വദേശി എരവേലി വീട്ടിൽ സുനിൽകുമാർ എന്നയാൾ ചേർക്കരയിൽ നടത്തുന്ന തട്ടുകടയിൽ വെച്ച് ഭക്ഷണം കഴിച്ചതിന്റെ പണം ചോദിച്ചതിലുള്ള വൈരാഗ്യത്താൽ അസഭ്യം പറഞ്ഞ് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ആക്രമിച്ച സംഭവത്തിനാണ് നാട്ടിക ചേർക്കര സ്വദേശി കുറുപ്പത്ത് വീട്ടിൽ ഹരിനന്ദൻ എന്നയാളെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. പോക്സോ കേസിൽ ജാമ്യത്തിലിറങ്ങി ഒളിവിൽ പോയ പ്രതി ആലപ്പുഴ നീലംപേരൂർ സ്വദേശിയായ മനപ്പെട്ടി വീട്ടിൽ ഷിജു കൃഷ്ണ എന്നയാളെയാണ് തൃശൂർ സിറ്റി പോലീസ് കർണാടകയിലെ സുള്ളിയയിൽ നിന്നും പിടികൂടിയത്. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നും വീട്ടിലെത്തിക്കാമെന്ന് പറഞ്ഞ് തൃശൂരിലെ ഒരു ലോഡ്ജിലെത്തിച്ച് അതിജീവിതയെ കട്ടിലിൽ കെട്ടിയിട്ട് ലൈംഗികാതിക്രമത്തിന് വിധേയമാക്കിയും സംഭവത്തെക്കുറിച്ച് പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു. പിന്നീട് ജാമ്യത്തിലിറങ്ങിയ പ്രതി കേസിൽ ശിക്ഷ ലഭിക്കുമെന്ന് ഉറപ്പായതിനെ തുടർന്ന് ഒളിവിൽ പോവുകയും ചെയ്തു. 1 വിവാഹം കഴിച്ചിട്ടുള്ള പ്രതി കേരളത്തിലെ പല ജില്ലകളിലായി ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു. പ്രതിയെ പിന്തുടർന്ന് എത്തിയ പോലീസ് ഇയാളെ കർണാടകയിലെ സുള്ളിയ ഗ്രാമത്തിൽ നിന്നുമാണ് പിടികൂടിയത്. തുടർന്ന് കോടതിയിൽ ഹാജരാക്കിയ പ്രതിക്കെതിരെ ഫാസ്റ്റ് ട്രാക്ക് കോർട്ട് 2 സ്പെഷ്യൽ ജഡ്ജ് 29 വർഷത്തെ കഠിന തടവിന് ശിക്ഷിക്കുകയായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ കോർപ്പറേഷൻ നടത്തിയ സമാനതകളില്ലാത്ത വികസനം കണ്ട വോട്ടർമാർ LDFനെ വിജയിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ LDFനെ കാത്തിരിക്കുന്നത് വൻ വിജയമായിരിക്കുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. വടക്കാഞ്ചേരിയിൽ LDF ഹാട്രിക് വിജയം കരസ്ഥമാക്കുമെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം MM വർഗീസ്. PG റെസ്റ്റ് ഹൌസ് 2 വർഷമായി അടഞ്ഞുകിടക്കുന്നു. ഇപ്പോൾ കാട് കയറി നശിക്കുന്നു.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.